നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ മുഴുവനായിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്നും നേരിട്ട് നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ ഐഡിയിൽ, അതായത് നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമിൽ മറ്റൊരാൾ 30 ദിവസത്തിനുള്ളിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത അതേ അക്കൗണ്ട് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ആ ഒരു 30 ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മുടെ ആ ഒരു അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാം. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമന്റ് ആയിട്ട് ചോദിക്കുക. എന്നാൽ അതൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും ഉടനെ തന്നെ എനിക്ക് അതിന് മറുപടി നൽകാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം വലതുഭാഗത്ത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പുതിയൊരു ഡിസ്പ്ലേയിൽ കുറച്ച് ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്നും ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സെറ്റിംഗ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് ഓപ്പൺ ആയി വരുന്ന ഈ ഒരു ഓപ്ഷനുകളിൽ നിന്നും ഇനി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അക്കൗണ്ട് എന്ന് കാണുന്ന ആ ഒരു ഓപ്ഷനിലാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ കുറേ ഓപ്ഷൻസ് ലഭിക്കും. അതിൽ നിന്നും ഏറ്റവും താഴെ ഭാഗത്തേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ആ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഐക്കണോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് വരും. അതിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്, ഡിയാക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളതും. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ഡിയാക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ളതായിരിക്കും. ഡിയാക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയത്ത് ആ ഒരു അക്കൗണ്ട് ഡിയാക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്നും റിമൂവ് ആവുകയും ആർക്കും തന്നെ നമ്മുടെ ആ ഒരു അക്കൗണ്ട് കാണാൻ സാധിക്കാതിരിക്കുകയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ടും സാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോസസ്സാണ് ഡിയാക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളതാണ്. ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് ലഭിക്കും. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളുടെ ആ ഒരു യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ആ ഒരു പ്രോസസ്സ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഈ ഒരു പോപ്പപ്പിൽ നിന്നും കണ്ടിന്യൂ ഡിലീറ്റിംഗ് അക്കൗണ്ട് എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് ഇതുപോലെ ലോഡിംഗ് ആയിട്ട് കാണിക്കുകയും ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു ഡിസ്പ്ലേ ഓപ്പൺ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അതിൽ നമ്മളോട് പറയുന്നത് വൈ ഡു യു വാണ്ട്സ് ടു ഡിലീറ്റ് മാക് മീഡിയ വ്ളോഗ്സ് എന്നുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഈ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു കാരണം സെലക്ട് ചെയ്യണം. ഞാനിവിടെ ക്രിയേറ്റ് എ സെക്കൻഡ് അക്കൗണ്ട് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതിൽ നിന്നും ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ ക്രിയേറ്റ് എ സെക്കൻഡ് അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു ഡിസ്പ്ലേയുടെ കൂടുതൽ ഓപ്ഷൻസ് അതിൽ തന്നെ ലഭിക്കും. അതിൽ രണ്ടാമതൊരു കോളം വന്നിട്ടുണ്ടാകും. അതിൽ നമ്മളോട് പറയുന്നത് റീ എൻറ്റർ യുവർ പാസ്വേഡ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് കൃത്യമായിട്ട് മുഴുവനായിട്ടും ആ ഒരു കോളത്തിൽ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഭാഗത്തായിട്ട് കാണുന്ന ഡിലീറ്റ് മാക് മീഡിയ വ്ളോഗ്സ്, അതായത് ഡിലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ യൂസർ നെയിമും കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും നമ്മൾ ഓക്കെ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്നും പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഈ ഒരു അക്കൗണ്ട് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു ഡിലീഷൻ പ്രോസസ്സ് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.